എൻ്റെ പൊന്നടാവെ പൊന്നെ, ഞാനും അമ്മ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ അങ്ങോട്ടും അല്ല, ഞാനും നമ്മുടെ കൂടെ പണിയാൻ പോവാണ് കേട്ടോ. നമ്മുടെ അച്ഛനമ്മമാരെ കഷ്ടപ്പാട് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ പണിയാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ചെറിയൊരു ജലദോഷം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാത്തിരുന്നപ്പോൾ വണ്ടി വന്നു കേട്ടോ. അങ്ങനെ ചെയ്ത് നമ്മൾ വണ്ടിയിലെല്ലാം കയറി ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുനാളിൽ ഞാൻ നമ്മുടെ കൂടെ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ കാഴ്ചയെല്ലാം കണ്ട് പോയിട്ട് എൻ്റെ അമ്മനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ 2 ചേച്ചിമാരും കൂടെ വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. ആ സമയം കൊണ്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് അമ്മ പറഞ്ഞു. എനിക്കെന്തോ രാവിലെ ചായ കുടിക്കാൻ തോന്നിയില്ല കേട്ടോ. പക്ഷേ അമ്മ നിർബന്ധിക്കുകയാണ്, മോളെ ചായ കുടിക്കും മോനെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പാവം. എന്നിട്ട് ഞാനും അമ്മയും ചായ കുടിയെല്ലാം കഴിഞ്ഞാൽ ചേച്ചിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാർ 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ബസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് അധികം ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ബസ് യാത്ര ബോറാകും കേട്ടോ ഞാൻ കരുതിയത്. ഞാൻ വിചാരിച്ച അത്രയും ബോറൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ പാട്ടും പിന്നെ ഒരു പ്രത്യേകതരം തണുപ്പുണ്ടല്ലോ. ഇപ്പോൾ ആ തണുപ്പും ചെറിയൊരു വെയിലൂടെ ആയപ്പോഴത്തേക്കും പൊളിയായിട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ഇതൊരു കുഞ്ഞ് കാന്താരിക്കുട്ടിയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ എല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ റിസപ്ഷൻ നടന്ന ഹോള്. അന്നിങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞ ആൾ ഇതാണ് കേട്ടോ. നല്ല സുന്ദരി കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സെല്ലാം ഇവിടെ കുറവാണെന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് പണി കഴിഞ്ഞപ്പോൾ 500 രൂപ കിട്ടിയിട്ടോ. അതങ്ങനെ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു കേട്ടോ. ഞാനാണെങ്കിൽ ശരിക്കും മടുത്തു കേട്ടോ. അങ്ങനെ നമുക്കൊരു ബസ് കിട്ടി. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എവിടെ തിരിഞ്ഞാലും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാണ് കേട്ടോ. ഏത് കടയിൽ നോക്കിയാലും ചെറിയ ചെറിയ കടകളിലാണെങ്കിലും സ്റ്റാറും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു പ്രകാരത്തിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പപ്പയ്ക്ക് ഫേഷ്യലെല്ലാം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പാവം വന്നിട്ട് നല്ല കുഞ്ഞു പിള്ളേരെ പോലെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉണങ്ങിയോ ഇനി കഴുകി കളയണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് കുളിയെല്ലാം കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചേച്ചി നല്ല കപ്പയും മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.